ഇത് ഞാൻ ആരും തപ്പിയതല്ല കേട്ടോ, ഇതെന്റെ ചിരിയാ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ബേസിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ആട്. നമ്മുടെ ഷാജി ബാബു സംഘവും തിരുത്താടിയ നമ്മുടെ ആട് സിനിമയെ തികച്ചും ഹാസ്യത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ഓർത്തോ ഡോക്ടേഴ്സ് ഒന്ന് മാറ്റി ചിന്തിക്കുകയാണ്. അപ്പോ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കണം. ഓക്കെ, നമ്മള് കളിക്കാൻ വേണ്ടി ഒന്നല്ല, പിന്നെ സാറ് വന്ന ഡീലിന് വേണ്ടി ഒന്നും നടക്കുമോ? പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. MRI എടുക്കാൻ പറഞ്ഞത്, എന്നിട്ട് നോക്കാം എന്തെങ്കിലും നടക്കുമെന്ന്. അയാൾ നടക്കുമെന്നല്ല, നമ്മൾ ഉദ്ദേശിച്ച പരിപാടി നടക്കുന്നു. അതിന്റെ സ്വാഭാവികം നടന്നുകൊണ്ടിരിക്കുന്നത്. നിർത്തി, ഞാൻ നിർത്തി. ഈ കളിക്ക് ഞാനില്ല. അതാ നമുക്ക് ഈ കളി കളിക്കണം. നീ ഇതിന്റെ ഇടയിൽ കളിക്കാൻ വേണ്ടി പോവാണ് സൈമ. എന്റെ പൊന്നു സോമ, നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്തൊക്കെയായാലും ഇതിന്റെ പുറകെ നടന്നു എന്റെ കാല് ഡോക്ടറെ കാണണം. ഓർത്തോ? അതുകൊണ്ട് നിനക്ക് ഡോക്ടറെ കാണണമെങ്കിൽ നീ ഓർത്തോ, ഞാനെന്തിനാണ് നോക്കണത്? എടാ അതല്ല, ഓർത്തോ ഡോക്ടറെ കാണണമെന്നാ ഞാൻ പറഞ്ഞത്. കണ്ടുപിടിച്ച അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ സന്തോഷത്തിൽ നമുക്ക് ഈ മൊബൈലിൽ റീസൺ എടുത്താലോ? നല്ല മഴ ഇടിമിന്നലും അതും പാട്ട്. എന്നിട്ടെന്താ ആ പെൺകുട്ടി കാര്യം പോലെ തന്നെ മുന്നേ കാണിച്ചു വന്നു. അവസാനം വീഴ്ചെടുക്കാൻ പറ്റിയില്ല, നാട്ടുകാർ വീഴ്ചെടുക്കണ്ടായിരുന്നു. ഇതാ നിങ്ങളെ വരുന്നത്. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾ ഭയങ്കര കണ്ടുപിടുത്തക്കാരനാണല്ലേ? അങ്ങനെയാണെങ്കിലേ പണ്ട് നാട് വിട്ടുപോയ അച്ഛനെ ഇപ്പൊ അവിടെ ഇങ്ങോട്ട് പറയാമോ? അതെ, ഞാനേ സയന്റിസ്റ്റ് ആണ്, അല്ലാതെ മെന്റലിസ്റ്റ് അല്ല. അതിങ്ങൾക്ക് എന്റെ നീണ്ട നാളത്തെ പ്രയത്നമാണ് കാണുന്നത്. ആ സാത്താൻ ചെയ്തത് അസ്ഥികൾ വീണ്ടും കേടുപാടുകൾ കൂടാതെ വീണ്ടും നിലനിർത്തി. കൂടാതെ ഇതിന് സ്മഗ്ലേഴ്സ് മാർക്കറ്റിൽ കോടികൾ നിലനിർത്തും. വിറ്റാൽ കോടികൾ കൊയ്യാം. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. എന്തോ ഒരു വശപ്പിശൽ. രാവിലത്തെ പൊറോട്ട പണി തന്നെന്ന് തോന്നുന്നു. സൈമ, ഇനി ഒട്ടും വൈകണ്ട. ഈ മരുന്ന് ബോട്ടിലാക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു വരണം. സോമ, നീ പോയി പുള്ളി ഇങ്ങോട്ട് വരുന്നു. ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ എവിടെയാണ് നിങ്ങൾ പറഞ്ഞ മരുന്നില്ലേ? അതിന്റെ പേരെന്തായിരുന്നു? ഇവിടെ എന്റെ വായന പേര് വരില്ല. അത് റെഡിയാക്കുന്നത് പെട്ടെന്ന് വന്നാൽ കൊണ്ടുപോകാം. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ഞാനിവിടെ എത്തിപ്പോയി. Damodar Unnimagai, Dalman, Pedakochi. People call me Dio. എവിടെയാണ് മരുന്ന്? അവന്റെ പൊട്ടഞ്ചൊക്കാതി എടുക്കടാ പൊട്ട നിന്റെ മരുന്ന്. ഇനിയും നീയോ മരുന്ന് തന്നില്ലെങ്കിൽ എന്റെ തോക്ക് നിന്നോട് കടവാ. ഗ്രാമവാസി എല്ലാം റെഡിയായി. ഷാജിപ്പാപ്പോ? അതെന്നാ പാപ്പോടാ? പാപ്പോ
ഷാജിമാമനില്ലേ ഷാജിമാമ കൊണ്ടുവരുന്നത് നീ അപ്പൊ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു? ആ എങ്ങോട്ടല്ല ഇവരൊക്കെ നിന്റെയൊക്കെ കൂടെ ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് പൊട്ടുവന്നു. വിളിക്കടാ ഷാജി പാപ്പനെ. പാപ്പൻ മാത്രമല്ല അവന്റെ കൂടെ വേറെ എടുത്തിട്ടുണ്ട്. അടക്കലാക്കൂ. ധൈര്യമുണ്ടായ കയറി വാടാ, അടക്കലാക്കൂ. ഞാനതു അടക്കലും എല്ലാവരും കത്തി വെച്ച് ഇറക്കണോണ്ടാണ് ഈ ഇറക്കല കൂടി വരുന്നത്. എന്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയുന്നതുകൊണ്ടാണ് ഈ പുച്ഛം. ഞാൻ പാപ്പന്റെ കൂടെ ചേരുന്നതിന് മുമ്പ് അങ്ങ് ഗൾഫിലായി. ഗൾഫിലെവിടെയാ? ദമാമിലായി. ജനാബിലെവിടെ? അതൊരു ഗുദാമിൽ ഒട്ടകത്തെ കറക്കുന്ന ജോലിയായി. അപ്പൊ നിങ്ങള് അറക്കലോ അല്ല അറക്കലോ. അതെന്താ? എനിക്ക് ഒട്ടകത്തിന്റെ പറഞ്ഞൂടാ, അതാണ് ഞാൻ അഡ്രസ് കൊടുത്തിട്ട് ഡീൽ ചെയ്തത്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പടക്കുമ്പോൾ കൈകറത്തപ്പോ കട്ട ചോരയാ മുഖത്ത് വെച്ചു. നീ ഒരു കൊതുകിനെ പോലും കൊന്നിട്ട് ചോര കണ്ടിട്ടില്ല എന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഡയലോഗ് ഇവിടെ നടത്തിക്കോ. എനിക്ക് ആകെപ്പാടെയുള്ള ഈ ഡയലോഗ് അത് അഭിനയിച്ചിരിക്കുന്നു. പ്ലീസ് നാട്ടിൽ മതിയോടെ പിന്നെ നാടകവും മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ എവിടെയാണ് മരുന്ന്? മരുന്നൊക്കെ മെഡിക്കൽ സ്റ്റോറിലല്ലേ പോയി ചോദിക്കുന്നത്? എന്നോടാണോ? നിന്റെ അവിഞ്ഞ കോമഡി ഈ ഷാജി പാപ്പയും കൂടിയല്ലേ മരുന്ന് കടത്തിക്കൊണ്ടുപോയത്? കൈയെടുത്തു. മാത്രമല്ല ഒന്നാം ആയതുകൊണ്ട് ബ്ലാക്ക് വാങ്ങേണ്ടി വരും. പിന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ കരുതില്ല. മര്യാദയൊക്കെ തന്നില്ലെങ്കിൽ ഒറ്റ ഒന്നും പോകില്ല. എന്റെ വെള്ളം മുമ്പ് നിലയാണോ? അത് കഴിയേ. നിന്റെ പിന്നതല്ല ഞാൻ ചോദിച്ചത്, എന്റെ ബ്ലൂ കോൺടാക്ട്സ്. ചൂട്ടോട് പറഞ്ഞു എനിക്കറിയത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന വലുതൊന്നും എനിക്ക് അറിയത്തില്ല ചേട്ടായി. പാപ്പ എന്നോട് കളിക്കല്ലേ ചേട്ടായി. നിങ്ങൾ ഈ പറയുന്ന വലുത് അറിയത്തില്ല ചേട്ടായി. ഒന്നാമത്തെ കാര്യം ഈ നശിച്ച നടുവേദന കാരണം നിൽക്കാൻ വേണ്ട. എന്നാ പിന്നെ ആശുപത്രി പോയി കാണിച്ചുകൂടെ? നടുവേദന ഡോക്ടറെ കാണിച്ച പക്ഷെ ഡോക്ടർ വ്യാജനാക്കുന്നേ. യാതൊരു മാത്രമേ മനസ്സിലായി. എന്റെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഷാജി പാപ്പൻ. അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്കറിയാം. MBBS പഠിച്ച അയാൾ എന്റെ സ്പെല്ലിംഗ് ചോദിക്കണമെങ്കിൽ അപ്പൊ തന്നെ അറിയാലോ ആ വ്യാജനാണെന്ന്. കൂടി ഒരാളങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ പാപ്പൻ കല്യാണം വെച്ചിട്ടില്ലേ? ഞാൻ ആരെ കല്യാണം കഴിക്കണടാ? ഞാൻ ആരെയൊക്കെ സ്നേഹിച്ചാൽ അവന്മാരെ എന്റെ തിരക്കിട്ട് പോകില്ലേ? ഇത്രയും തേപ്പ് കിട്ടിയിട്ടും ഞാൻ രണ്ടും തിരക്കിട്ട് വഴിയെ സ്നേഹിക്കും. പക്ഷെ അവളും എന്റെ കല്യാണം ഇന്ന് അവളുടെ കല്യാണം ഉണ്ടാവും. ഞാൻ അവളുടെ കല്യാണത്തിന് പോയിട്ടാണ്. നീച്ചോണ്ടിന്റെ കല്യാണത്തിന് പോയി സദ്യ കഴിക്കാൻ നാണമില്ലേ പാപ്പ? സദ്യ കഴിക്കാൻ പോയല്ല, മുടക്കാൻ പോയാളാ. മുടക്കാൻ എന്നിട്ട് മുളകെ അവിടെ ചെന്നപ്പോ എന്റെ മനസ്സ് അനുവദിച്ചില്ല. പിന്നെ ഞാൻ സങ്കടം സഹിക്കാൻ പറ്റാതെ കരയാൻ വേണ്ടി ബാത്റൂം പോയി. അവിടെ ചെന്നപ്പോ 10-12 പയ്യന്മാര് നേരത്തെ വന്ന് കരയുന്നു. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായത്. അന്നദാന പരിപാടിക്കാണല്ലോ ഞാൻ ജോലിവാദത്തോട്ട് പോയത്. ആരാവിടെ കള്ളമാറ്റി തുടങ്ങിയത്? എന്റെ ഭർത്താവേ അടുത്ത് വാങ്ങണം. ആരടാ വരുന്നേ? സർപ്പത്തിൽ ഷെമീർ. അയ്യോ എല്ലാം അവിടെ ഉണ്ടായിരുന്നോ? എല്ലാത്തിനെയും ഞാനൊന്ന് തൂക്കിയിരിക്കും. ചുവന്ന കരങ്ങളെ തൂക്കിയിരിക്കും. സാറേ ഇത് ആടയില്ല, ആടാണ്. ആടത്രീ എന്തുൽക്കാണോടാ? വെറും സർവത്താക്കട്ടാ, ഉടുക്കിയിരിക്കട്ടാ. നീയൊക്കെ ഇവിടെ എന്തൊക്കെയോ അപകട ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് മര്യാദയ്ക്ക് സാധനം കഴിയില്ല.
എന്റെ വിളച്ചതിന്റെ അടുത്ത് കാണിക്കുന്നത് മര്യാദയ്ക്ക് സാധനം. അയ്യോ ആശാൻ, ഹലോ ആശാനെ, നീ എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണാം. ഞാൻ ആശാൻ പറഞ്ഞു വിട്ട സ്ഥലത്തുണ്ട്. ആ ഹൈറേഞ്ചിൽ നിന്ന് ആശാൻ ഇറങ്ങാൻ പോവാ. ഒറ്റ ഒരുത്തൂടെ കണ്ടുപോയത് എന്റെ പെണ്ണതായാലും എന്റെ പെണ്ണ ശശി സിംഹം എനിക്ക് ആ മരുന്ന് കിട്ടണം. ശരീരെ അത് നീ കൊണ്ടുവന്നാൽ നിനക്ക് ഞാനൊരു സമ്മാനം തരാം. നീ ആഗ്രഹിച്ച പ്രമോഷൻ. നന്ദിയൊന്നും വേണ്ട, എനിക്ക് ആ മരുന്ന് മതി. ആശാനെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഇങ്ങനെ മരുന്നോട് പോയി. ഞാൻ അവളെ കണ്ടുപിടിച്ച് മരുന്നോട് വരാം. നിന്നെ പണിക്ക് വിട്ടപ്പോഴേ ഞാൻ ഓർത്തു ഇത് പണി പാടുന്നു. മരുന്നിപ്പോ എവിടെയുണ്ട്? തമിഴ്നാട്ടിൽ എവിടെയോ ഉണ്ടെന്നാണ് ഇപ്പൊ കിട്ടിയത്. തമിഴ്നാട്ടിൽ പോകുന്നതൊക്കെ കൊള്ളാം. അവിടുത്തെ മുഖ്യമന്ത്രി ആരാന്നറിയോ? ഇതുപോലെയുള്ള സത്യപ്രതിജ്ഞയൊക്കെയാണ് നമ്മൾ കേരളത്തിൽ ആഗ്രഹിച്ചത്. പക്ഷെ എല്ലാം വലത്തോട്ട് പോയി. അതെ ആശാനെ, ഈ രാഷ്ട്രീയ പ്രശ്നം നിർത്താവോ? ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകണം. എന്ത് ചെയ്യണം എന്ന് പറ. നീ ഇപ്പൊ തന്നെ തമിഴ്നാട്ടിലേക്ക് പോകണം. ഒക്കെ നോക്കും. ആ മരുന്ന് കിട്ടിയിട്ട് വേണം ഈ ശരിയെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആക്കാൻ. എങ്ങനെ ചെയ്യുമെന്ന് ഞാനായിരുന്നു. അതെ, പാത്രം കഴുകണം, ഡെസ്ക് കൊടുക്കണം, ഫോട്ടോ എടുക്കണം, എല്ലാത്തിനും കാരണം ഒറ്റ എടുത്തിട്ടാണ്. മരുന്ന് വാങ്ങാൻ വരാന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കണം. ഞാൻ അയാളെ വിളിച്ചിട്ടുണ്ട്. ഉടനെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യേ. ഒന്നുമില്ല, സുമ്മാ പാത്രത്തിക്കിட்ட പേശി പേശി കഴിവണ. உங்ககிட்ட எவ்வளவு வாட்டி சொல்லிருக்கேன், கஸ்டமர் வந்தா டீல் பண்ணணும். அண்ணா என்னடா இது? காலையிலே சரக்கா? കഴിവേണ്ട മരുന്നാ. അയ്യോ തരല്ലേ അല്ല ഇത് അവന്റെ കൂടെ ഒറ്റയ്ക്ക് കൂട്ടിയേക്ക് വരുന്നുണ്ട്. അതെ, എനിക്ക് പൊറോട്ട തന്നിട്ടെ സച്ചിന്റെ കളി കാണാൻ പോണം. കൂടെ എന്റെ കൂട്ടുകാരൻ പിശാരി ഉണ്ടല്ലേ. ആഹാ, ഞാറ്റൊക്കെ കയ്യിലുണ്ടല്ല. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാനാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ സീരിയസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഒരു ദിവസം തലക്ക് ബോളടി കൊണ്ടിട്ട് ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞല്ല വൈറസ് സീരിയസ് ആണെന്ന്. അങ്ങനെ ഒരു തവണ ആയിട്ടുണ്ട് വൈറസ് സീരിയസ്. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എന്താണെന്ന് ചോദിക്കണ്ടേ? ഈ ഡക്വർത്ത് ലൂയിസ് എന്താ? ഡക്ക് വറക്കണേക്കാളും നല്ലത് കറി വെക്കണതാണ്. അല്ലെങ്കിൽ പപ്പാസ് വെക്കണം. എനിക്ക് അതാണ് ഇഷ്ടം. സോമ ഇവന് ക്രിക്കറ്റ് കളിയെ പറ്റി ഒന്നും പറഞ്ഞു പറഞ്ഞു വിടറ. ഇതല്ലേ പാപ്പന്റെ വീട്ടുകാരും. ഇതുകൊണ്ട് പാപ്പന് കൊടുത്താലേ പാപ്പന് സന്തോഷവും. പിടിച്ചു മേടിക്കണം. നമ്മളെ 50-50 ആണ് പോകുന്നത്. ഇല്ല, ഞാൻ തരൂല. എന്റെ എടാ, നീയൊക്കെ എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും. അതാണ് ഈ സാത്താൻ സീരിയൽ. എടുക്കടാ വരുന്നത്. മരുന്ന് ഇത് പാപ്പന്റെ പിന്നതായാലും പാപ്പന്റെ കട എന്റെ അപ്പന്റെ പെണ്ണതായാലും ഇവിടെ കാണാം. ഇത് പാപ്പന്റെ മരുന്നാണ്. മരുന്ന് കാണാ. ഞാൻ പറഞ്ഞില്ല പാപ്പന്റെ മരുന്ന് പറഞ്ഞു. വിട് അവിടെ വരുന്നു. പാപ്പ, നിങ്ങളുടെ മരുന്ന് കിട്ടി. എടാ മരുന്ന് കണ്ടാ. പാപ്പന്റെ മരുന്ന് കിട്ടാ. പാപ്പ മരുന്ന് പിടിച്ച പാപ്പ. മരുന്ന് നിന്നെ കൊടുക്കാം.
This is my entertainment. My entertainment. അമ്മേ അച്ഛനെ അവിടെ ചെറിയ ടീമല്ല വലിയ ടീമാണ് പണി പാളിയെന്ന് തോന്നുന്നത് കേട്ടോ. ആരെങ്കിലും അവരെ വിഷയങ്ങളെ പിടിച്ചോട്ടാ. ആ ഉന്നമില്ലാത്ത എല്ലാവരെയും വെടിവെച്ചു കൊണ്ടു. എന്റെ നടുവായിട്ടുള്ള പറഞ്ഞുകൊണ്ടാവും പോകടാ. എന്നെ പറ്റിച്ചിട്ട് രക്ഷപ്പെടാൻ കരുതിയോ? ഇന്നിടാ നിങ്ങളെ ഞാനും വിടുകൂടാ. നിക്കടാ. അയ്യോ മരുന്നും പോയി എല്ലാം പോയി. ഇനി എങ്ങനെയൊക്കെ നടുവേറെ മഴകൂടാ എന്താക്കിയുടെ. എടാ കണ്ടാ മരുന്നുകൊണ്ട് പോയപ്പോ നീ ഇടിക്കുന്നതാകൂ. ചിരിച്ചതിന് കാര്യമുണ്ട് ഷാജിയേട്ടാ. എന്നും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവൻ ഒരു നിമിഷമെങ്കിലും നായകനായി നിൽക്കുന്ന ഒരു സമയം. അതാണ് ഇപ്പൊ സംഭവിച്ചത്. എടാ നായകൻ വില്ലനൊക്കെ പിന്നെ പറയാം. അതൊക്കെ കാര്യം പറയടാ. ഷാജിയേട്ടാ കൊണ്ടുപോയത് ഡ്യൂപ്ലിക്കേറ്റാ. ഒറിജിനൽ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അത് ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ മരുന്നെടുത്ത് തേക്കടാ. ഒരിക്കലും മാറാതെ നടുവേദന മാറട്ടാ പോയി. അത് ഷാജി ബാബ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതാണ് യുദ്ധഭൂമിയിൽ പുതിയൊരു പടം. മിസ്റ്റർ ഷാജി ബാബ, നിങ്ങളുടെ ദേഹത്ത് പൊട്ടുന്നതിന് മുമ്പ് ഈ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പരിശോധിക്കണം. എന്റെ ഭർത്താവ് ഇനിയും പരീക്ഷണം. അതെ, ഇത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എന്നാ പിന്നെ ടെസ്റ്റ് ചെയ്യട്ടെ. കിട്ടി. എന്നാ ഡോക്ടറെ എന്നാ ഇത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്റെ പൊന്നെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റോ? നിങ്ങൾ ഇപ്പത് പൊട്ടി കഴിഞ്ഞാൽ ഉള്ള അസ്ഥി വിടുവിച്ചു കിട്ടും. അയ്യോ ഇത് വേണ്ടാവേ. ഉള്ള അസ്ഥി കൊണ്ട് ഞാൻ ജീവിച്ചോളാവേ. ഇനിയിപ്പോ എന്നാ ചെയ്യും ഡോക്ടറെ? ഇത് അടിച്ചുകൊണ്ട് പോകാൻ എന്റെ കൈ കിട്ടിയ അവളെ അയ്യോ എന്റെ നടുവേ. അതെ, ഒരു കാര്യം ചെയ്യും. തൽക്കാലം ഈ വേദന മാറാൻ ഞാൻ ഇഞ്ചക്ഷൻ തരാം. ആ കൈ നോക്കിക്കേ. ആ ഡോക്ടറെ നല്ല ആശ്വാസമുണ്ട്. ഡോക്ടറെ നിങ്ങൾ ദൈവ. പക്ഷെ നിങ്ങൾ എനിക്ക് എവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഫോണിൽ റീല് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടു കാണും. ഞാൻ റീൽസ് അല്ലേ. ആ റീൽസല്ലേ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നല്ല റീൽസാ കേട്ടോ. കൊള്ളാം. താങ്ക് യു. ഈ സന്തോഷത്തിന് നമുക്ക് ഒരുമിച്ച് ഒരു റീൽ അങ്ങ് ചെയ്താലോ? എന്തായാലും മരുന്നെല്ലാം കഴിഞ്ഞു പോയി. പിന്നെ റീൽസ് റീൽസ് വാടാ ഡോക്ടറെ നമുക്ക് അടിച്ചോളില്ല. ഇനിയും പണിയോ എന്നാടാ ഷാജിയേട്ടാ? നമ്മുടെ കൂടെ റീൽസ് ഒക്കെ റീൽസ് അടിയില്ലേ? അതെ നമ്മൾ റീൽസ് അടി. എന്നാ പറ്റും? നാട്ടെ അയാൾ ചെയ്ത പണി കണ്ടോ? ഹലോ ഗായ്സ്, ഞാൻ ഡോക്ടർ അലി, നിങ്ങളുടെ സ്വന്തം റീൽസ് അലി. എന്റെ ലാബിൽ ഞാൻ തന്നെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഒരു ഉൽപ്പന്നമാണ് ബ്ലൂ ബോൺ ഗം. ഇത് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളിലെ ഒടിവുകൾ, ചതവുകൾ എല്ലാം നിമിഷ നേരം കൊണ്ട് മാറ്റിത്തരുന്നതാണ്. ഈ മരുന്ന് ആവശ്യമുള്ളവർ എന്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്ത് എനിക്ക് ഒരു മെസ്സേജ് അയക്കൂ. ബ്ലൂ ബോൺ ഗം പുരട്ടൂ, അസ്ഥികൾക്ക് സന്തോഷമാകട്ടെ. ബ്ലൂ ബോൺ ഗം ഉപയോഗിക്കൂ, റീൽസ് എടുക്കൂ, ആർമാദിക്കൂ. ബ്ലൂ ബോൺ ഗം. എടാ ഏപ്ലാറ്റ് ഡോക്ടർ നമ്മളെ പഠിച്ചല്ലോടാ. പാപ്പിടിക്ക് ഒന്നും നോക്കായിടാ. മറിച്ചിട്ടാ മലപ്പുറം, തിരിച്ചിട്ടാ തിരുവനന്തപുരം. വന്നേക്കടാ നേരെ മലപ്പുറത്തേക്ക്. അടുത്ത ഓർത്തോപ്ലാസ്റ്റ് പരിപാടി മലപ്പുറത്ത് വെച്ചാ അവിടെ അവന്റെ റീൽസ് പരിപാടി ഉണ്ടായിരിക്കത്തില്ല. റീൽസ് അലിയുടെ ബ്ലാസ്റ്റ് ഇനി മലപ്പുറത്ത്. വന്നേക്കടാ വെയിറ്റ് ആൻഡ് സീ.